ഈ വേവണ മരിച്ചീനിയുണ്ട്, നമുക്കൊരു എരിശ്ശേരി വയ്ക്കാം. എന്നിട്ട് അതിൽ കുറച്ച് തേങ്ങയും കരിയേപ്പിലയൊക്കെ കടുവറുത്തിട്ട് സൂപ്പറാക്കി കഴിക്കാം. കഴിക്കാം. ഓക്കെ, തുടങ്ങും. മീൻ വണ്ടി വരണേ. മീൻ മേടിച്ചാ? മീനൊക്കെ മേടിച്ച് ചാള പൊരിക്കാം. ചാള പൊരിക്കണതും ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ. കിടുക്കും അമ്മ, അത് കിടുക്കും. ചാള പൊരിച്ചിട്ട് തിന്നാനേ കിടുക്കും. മേടിച്ച എപ്പോഴും ചാള മേടിച്ചത് പ്ലാൻ ചെയ്യായിരുന്നു അമ്മ. ചാള നേരത്തെ ഉണ്ടോ മേടിച്ചോണ്ട്. ഓക്കെ, കിഴങ്ങ് കൊത്തിയിട്ട് വേവിക്കാം. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പേടിക്കണ്ട കേട്ടോ. ബൈക്ക്, കിളികള്, കാക്ക എല്ലാം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേർക്ക് ഇത്ര കഴിഞ്ഞ ആവശ്യമുള്ളല്ലേ? ഇത് രണ്ടും വെച്ചിരുന്ന നാളെ നമുക്ക് രാവിലെ അവിച്ച് കഴിക്കാം. അവിച്ചല്ല വേവിച്ച് കമന്റ് വരെ നോക്കിക്കൊള്ളേ. എന്തായിരുന്നു അവിച്ചെന്ന് പറഞ്ഞുതരാം. നമ്മൾ നല്ലൊരു കാര്യം ചെയ്തെന്ന് ഓർമ്മ വേണ്ട. നമ്മളെന്നും ഇതിനെ മരിച്ചീനിക്ക് വരെ കിഴങ്ങ് അവിച്ചതാണ്. പക്ഷെ നമ്മളിന്ന് കറക്റ്റ് മരിച്ചീനി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളാ ഈ കിഴങ്ങിനെ മരിച്ചീനിയും അതുപോലെ അവിച്ചതെന്ന് പറയുന്നത് വേവിച്ചെന്നാണ് കേട്ടോ അവിടെയൊക്കെ പറയുന്നത്. അല്ല, നമ്മൾ അവിച്ചെന്ന് പറയാം, നിങ്ങളുടെ വേവിച്ചെന്ന് പറയും അല്ലേ? അത് നാക്കിൽ വരുന്ന. അപ്പം ഇപ്പം തന്നെ നാക്കിൽ വരുന്ന. ഇപ്പം അത് ഞാൻ പറയാം, നമ്മൾ പഠിച്ച സംഭവങ്ങളല്ലേ. ഇപ്പം പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞാൽ നമുക്ക് പാടായിരിക്കും. പക്ഷെ നമ്മളെ മാറ്റും അല്ലേ? പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളല്ലാതാവും. അപ്പം നമ്മൾ നമ്മുടെ രീതിയിൽ പോകണമായിരിക്കും ഏറ്റവും നല്ലതല്ലേ? ക്യാമറയിലോട്ട് വയ്ക്കാം. ഇനി തുടങ്ങിയോ? ചുമ്മാ വിളിച്ച. എനിക്ക് അരയ്ക്കാനും കടുവറുക്കാനും കൂടെ 2 ചീര് കരിയേപ്പില എടുത്തോണ്ട് പോവാം. ഓക്കെ. പെങ്ങളൊക്കെ ഇട്ട് ശ്രീധനത്തോട് തരുമോ? അളിയ വല്ലതും ഉണ്ടാ തരാൻ? ദാരിദ്ര്യമില്ലാതെ. അങ്ങനെ അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അതിലൊരു കലവും വെച്ചിട്ട് പിന്നെ കലത്തിലെ വെള്ളവും വെച്ച് പിന്നെ കഴുകി കൊണ്ടുവന്ന് നമ്മളെ മരിച്ചീനി ചൂടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പൈ ഇട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ പൈ ഇടുമ്പോൾ ചുറ്റിനും പിള്ളേരൊക്കെ ഉണ്ടായി പെരത്തൊക്കെ തെറിയും. അല്ല, ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞില്ലേ? നമ്മൾ ചെറിയൊരു മൂടി വെച്ച് അടച്ചു വയ്ക്കുക. പിന്നെ വേണേൽ നമുക്ക് തീ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. നമുക്ക് എരിശ്ശേരിക്ക് അരച്ചെടുക്കാം. പച്ചമുളക്, ഞാൻ പച്ചമുളക് കാണിച്ചില്ല. എവിടെ? പച്ചമുളക്, ഓക്കെ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞപ്പൊടി, പച്ചമുളക്, പിന്നെ പച്ചമുളക് ഉണ്ടോ? അപ്പൊ 2 പച്ചമുളക് ഉണ്ടോ? കരിയേപ്പില. ഫസ്റ്റ് പച്ചമുളക് പറ. 2 പച്ചമുളക് ഉണ്ടോ? 1 പച്ചമുളകേ ഉള്ളൂ. അപ്പൊ ഓക്കെ, തുടങ്ങാം. ഒന്നിനങ്ങ് വെട്ടി മാറ്റി. ഇതിന്റെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം. വെള്ളം ഊറ്റിക്കളയല്ലേ? തുടുപ്പ് പഠിക്കുന്നത് നല്ലതാണ്. തുടുപ്പ് ഉണ്ടായിരുന്നു, ഒരു പനയിലൊരു തുടുപ്പ് ഉണ്ടായിരുന്നു. അത് ഇന്നാള് വീട് പൊളിക്കാൻ നേരത്ത് വയ്ക്കുമ്പോൾ അത്രയും ചെതലൊക്കെ എടുത്ത് പോകും. നേരത്തെ അരച്ച അരപ്പൊക്കെ നേരത്തെ പറഞ്ഞ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ ഊറ്റിയിട്ട കിഴങ്ങിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കിഴങ്ങെല്ലാം മരിച്ചേരി. അടുത്ത കമന്റ്. അപ്പൊ നല്ല ചൂടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഒരു സോഡ നാരങ്ങ കുടിച്ചാലാമ്മ. സോഡ നാരങ്ങ കുടിച്ചാൽ സെറ്റായിരിക്കും. അപ്പൊ നാരങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം മുന്നിൽ സോഡ മാത്രം മേടിച്ചാൽ മതി. ഓക്കെ, വെക്കം വരും. അപ്പം നമ്മൾ ആദ്യം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക്, ഇത് എൻ്റെ അല്ല അനിയൻ്റെയാണ്, വണ്ടിക്ക് സ്റ്റാർട്ട് ഇതില്ല, കിക്കർ മാത്രമേ ഉള്ളൂ കേട്ടോ. വണ്ടി 2ാമത്തെ അടിയിൽ സ്റ്റാർട്ടാവും, പിന്നെ സീനില്ല. പരിചയമുള്ള ഒരു മുഖം. സോഡ കിട്ടി. ഇനി കിക്കർ അടിക്കുന്നതിൽ ഏറ്റവും ടാസ്ക്. ഇതിലോട്ട് നമ്മൾ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സോഡ നാരങ്ങ കുടിക്കാം. കല്ല് പറക്കി പാറക്കി കല്ലിനും വലിയ മറക്കാൻ. ശകലം പഞ്ചാര ഇട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ പഞ്ചാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് കൈ കൊണ്ട് വാരി ഇട്ടെന്ന് പറഞ്ഞാൽ അത്ര കുറ്റം പറയില്ല. ഇത് നമുക്ക് 2 പേർക്കും കുടിക്കാൻ വേണ്ടി മാത്രമാണ്. ചില സോഡ വെച്ചാൽ പിറത്തിരിക്കണതേ ഇല്ല, കുഴപ്പമില്ല കേട്ടോ. ഗ്ലാസ് തറയെ പോലെ മാപ്പിച്ചോ. സോഡ നാരങ്ങ ഒരു അപമാനമാവും നമ്മളെ സോഡ നാരങ്ങ. അല്ലെങ്കിൽ ഞാൻ ഇത് കുടിക്കും. അമ്മയ്ക്ക് അത് കൊടുത്തിട്ട് നമ്മൾ ഈ വലിയ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് ഇതാകുമ്പോൾ സുഖമാണ്. കൊള്ളാമോ? നാരങ്ങ വാടിപ്പോയല്ലേ? നാരങ്ങ വാടിപ്പോയി. കൊള്ളാം, സാധനം കൊള്ളാം. സീരിയസ് തുടങ്ങിയ കാലമുള്ള നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഈ ഉരുളി നമ്മൾ കളയില്ല കേട്ടോ. ഇനി പുതിയ വീട്ടിൽ വന്നാലും ഉരുളി കളയില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ഇടുന്ന.
ഇത് ഉഴുന്നൊക്കെ ചുമന്നിട്ടുണ്ട്. നമുക്കിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ശകലം 2 ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. പൊടിക്കാതെ മൂത്തോളൂ. ഓക്കെ. ഇനി അതെടുത്ത് ഇതിലോട്ട് ഒഴിക്കണല്ലേ? അങ്ങനെ നമ്മൾ ഇലയൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മളെ മാങ്ങാച്ചാർ, നമ്മളെ സ്വന്തം മാങ്ങാച്ചാർ. അത് കഴിഞ്ഞ് നമ്മളെ കത്തിരിക്കയും ക്യാരറ്റും മുളകും എല്ലാം കൂടെ ഒക്കെ ഇട്ടൊരു മെഴുക്ക് വരട്ടി. അതും കഴിഞ്ഞിട്ട് നല്ല ഭംഗിക്ക് ചാള പൊരിച്ചത്. ഭംഗി എന്നല്ലേ അമ്മ? ഭംഗിക്ക് ചാള പൊരിച്ചത്. കരിവേപ്പില എവിടെ? വാവ്. നമ്മളെ ചോറ് കേട്ടോ 2 പേർക്കാണ് കേട്ടോ, മതിയമ്മ. ഇനി നമ്മളെ പ്രധാന ഐറ്റം നമ്മളെ മരിച്ചീനി, അതായത് കിഴങ്ങ് എരിശ്ശേരി, മരിച്ചീനി എരിശ്ശേരി. നല്ല മണം കേട്ടോ. പപ്പടം കൂടെ വേണമായിരുന്നു. മതി. നല്ല ചൂടമ്മ ഇരിക്കല്ലേ. എങ്കിലും ഇതെടുത്ത് തന്നെ ഇങ്ങനെ എടുക്കുക. നമ്മളെ അയ്യപ്പൻ കഞ്ഞിയിലൊക്കെ വയ്ക്കണം, കൂട്ടുകറിയില്ലേ അല്ലേ? അതിൻ്റെ അതേ ടേസ്റ്റ് കേട്ടോ. അയ്യപ്പൻ കഞ്ഞിയൊക്കെ വയ്ക്കുമ്പോൾ കിടുകി. മുളകും ആദ്യം നമുക്ക് കണ്ട ഒരു ചാളക്കഷ്ണം ഉണ്ടല്ലോ, ഒരു ചാളക്കഷ്ണം ഇങ്ങോട്ട് വയ്ക്കുക. ഇതിന് പകുതി മതിയേ. പകുതി ഇങ്ങനെ വെച്ചിട്ട് ശകലം നമ്മളെ മരിച്ചീനി, നമ്മളെ വിഴുക്ക്, പിന്നെ ശകലം മാങ്ങാച്ചാറ്, ഇതെല്ലാം കൂടെ നമ്മളെ മിക്സിങ്, ഇതെല്ലാം കൂടെ ഒരു ഇളക്കിങ്ങനെ ഇളക്കുക. കിടിക്ക് അല്ലേ? മുളക് നല്ലത് വേണ്ട കഴിച്ചോ, നമ്മൾ കഴിച്ചോ. അപ്പോൾ നമുക്കിനി ഇത് ട്രൈ കേട്ടോ. അധികം ജോലിയൊന്നുമില്ലല്ലോ അല്ലേ? വേവണ കിഴങ്ങായിരിക്കണം. മുഖം ചരിച്ച് വെച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ പറ. ബൈ.